തമിഴക വെற்றி കഴകം അധ്യക്ഷൻ വിജയുടെ സേലത്തെ പൊതുയോഗത്തിന് അനുമതിയില്ല. പൊതുയോഗം സംഘടിപ്പിക്കാൻ ടി.വി.കെ നൽകിയ അപേക്ഷ ജില്ലാ പോലീസ് മേധാവി നിരസിച്ചു. ഡിസംബർ 4-ന് പൊതുയോഗം സംഘടിപ്പിക്കാനായിരുന്നു ടി.വി.കെ അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ കാർത്തിക ദീപമായതിനാൽ തിരുവണ്ണാമല ക്ഷേത്രത്തിലെ സുരക്ഷാ ജോലിക്ക് പോലീസുകാരെ നിയോഗിക്കേണ്ടതുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. ബാബറി മസ്ജിദ് ദിനമായ ഡിസംബർ 6-ന് പൊതുയോഗം അനുവദിക്കില്ലെന്നും SP അറിയിച്ചു. കരൂർ ദുരന്തത്തിന് ശേഷം ടി.വി.കെയുടെ ആദ്യ യോഗമാണ് സേലത്ത് നിശ്ചയിച്ചിരുന്നത്. തമിഴ്നാട്ടിലെ കരൂരിലെ പൊതുറാലിക്കിടെ ഉണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിനു ശേഷം ആദ്യമായാണ് വിജയ് ഒരു പൊതുപരിപാടി നിശ്ചയിക്കുന്നത്. സംസ്ഥാന പര്യടനം തുടരും എന്ന് കഴിഞ്ഞ ദിവസമാണ് വിജയ് അറിയിച്ചത്. അതിന്റെ ഭാഗമായാണ് സേലത്ത് പൊതുയോഗം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സേലത്ത് നടത്താൻ ഉദ്ദേശിച്ച പൊതുയോഗത്തിനാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ടി.വി.കെ നൽകിയ അപേക്ഷ ജില്ലാ പോലീസ് മേധാവി നിരസിച്ചു. ഡിസംബർ 4-ന് പൊതുയോഗം സംഘടിപ്പിക്കാനായിരുന്നു ടി.വി.കെ അനുമതി തേടിയത്. എന്നാൽ അന്നേ ദിവസം കാർത്തിക ദീപമായതിനാൽ തന്നെ ക്ഷേത്രത്തിലെ സുരക്ഷാ ജോലികൾക്കായി പോലീസുകാരെ നിയോഗിക്കേണ്ടതുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. അതുപോലെ തന്നെ ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ചതിനെ സംബന്ധിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു ദിവസമാണ് ഡിസംബർ 6. അതുകൊണ്ട് തന്നെ ആ ദിവസവും പൊതുയോഗം അനുവദിക്കാനാവില്ല എന്നും SP അറിയിച്ചിട്ടുണ്ട്. കരൂരിലെ ആൾക്കൂട്ട ദുരന്തം 23 പേരുടെ മരണത്തിന് കാരണമായ കരൂർ ദുരന്തത്തിന് ശേഷം ടി.വി.കെയുടെ ആദ്യ യോഗമാണ് സേലത്ത് നിശ്ചയിച്ചിരുന്നത്.